അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ ഒരു ലൈഫിന്റെ ഒരു അവസ്ഥ ആലോചിക്കണം. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പാണ് മരണമുണ്ട് എന്ന് ഉറപ്പാണ്, പിന്നെ ഖബറുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, പടച്ചോന്റെ വക്കല് വിചാരണ ഉണ്ട് എന്നും സ്വർഗവും നരകവും ഉണ്ട് എന്നൊക്കെ നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അടിച്ചു പൊളി ലൈഫ്, അതൊന്നും ആലോചിക്കാതെ ഈ ലൈഫ് അയക്കുമ്പോൾ ഒരു കഥ, ആ കഥ ഇങ്ങനെയാണ്. സാധാരണ കഥയൊക്കെ പോലെ പണ്ട് പണ്ട് കഥയാണ്, എന്നാലും നമുക്ക് ഒരുപാട് പാഠം തരും തോന്നും. ഒരു രാജാവ്, ഒരു നാട്ടിൽ ഒരു രാജാവ്. അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ, അവിടുത്തെ സമ്പ്രദായം, ഒരു വർഷമാണ് ഒരു രാജാവിന് ആ നാട് ഭരിക്കാൻ കഴിയുക. ഒരു വർഷം ഒരു രാജാവ് അടിപൊളിയായിട്ട് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച്, കൊട്ടാരത്തിന്റെ എല്ലാ സുഖവും, പിന്നെ ഭാര്യമാരും അവിടെ നിന്നുള്ള ഇഷ്ടം പോലെയുള്ള വേതനവും അതൊക്കെ ആസ്വദിച്ച് ഒരു വർഷം അടിച്ചു പൊളി ലൈഫിൽ നയിക്കും. പിന്നീട് ആ ഒരു വർഷം കഴിഞ്ഞാൽ ആ രാജാവിനെ നീക്കിയിട്ട് മറ്റൊരു രാജാവിനെ തെരഞ്ഞെടുക്കും. എന്ന് മാത്രമല്ല, ഈ ഒരു വർഷം ജീവിച്ച രാജാവിനെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപിലേക്ക് പറഞ്ഞേക്കും. ആ ദ്വീപിൽ ഇഷ്ടംപോലെ ഹിംസ്രജീവികളാണ്, പുലിയും ഒരുപാട് ചെന്നായ്ക്കളൊക്കെ ഉള്ള ഒരു കൊടും വനാണ് ആ ദ്വീപ്. ആ ദ്വീപിലേക്ക് ഒരു വർഷം പൂർത്തിയായാൽ എല്ലാ ചടങ്ങുകളോടും കൂടി ആഘോഷാക്കിയിട്ട് ഈ രാജാവിനെ ഒരു തോണി കയറ്റി വിടും. ആ രാജാവ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യും. ആ രാജാവ് അവിടെ ഇറങ്ങിയാൽ ഉടനെ വന്നിട്ട് ജീവികളൊക്കെ രാജാവിനെ കൊന്ന് ഭക്ഷണാക്കും. ഇത് കണ്ടിട്ട് അവർ ആരവങ്ങളോടെ തിരിച്ചു പോയിട്ട് അടുത്ത രാജാവിനെ തെരഞ്ഞെടുക്കും. എന്താണെന്നൊന്നും ചോദിക്കരുത്, ആ രാജ്യത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഒരു വർഷം ആ രാജാവ് എല്ലാ സുഖത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെ വർഷം വർഷം ഓരോ രാജാവ് ഇങ്ങനെ അടിപൊളി ലൈഫ്. ആ രാജാവ് അത് കഴിഞ്ഞാൽ ഒരു 8 മാസമൊക്കെ കഴിയുമ്പോൾ രാജാവ് ആകെ ടെൻഷനാകും. ഇനി മരിക്കുകയാണല്ലോ, കാരണം തീരുകയാണല്ലോ എന്നുള്ള ടെൻഷനാകും. എന്നാലും സമയമാകുമ്പോൾ എല്ലാവരും ആഘോഷപൂർവ്വം ആചാരപൂർവ്വം കൊണ്ടുപോയിട്ട് ദ്വീപിലേക്ക് തോണി കയറ്റി വിടും. അങ്ങനെ മരണപ്പെടും. അങ്ങനെ പിന്നെ ആരും തിരിച്ചു വന്ന ചരിത്രമില്ല. ഇങ്ങനെയാണ് ആ ദ്വീപിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അവസ്ഥ. അങ്ങനെ ഒരു പുതിയൊരു രാജാവ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു വർഷമാകുമ്പോൾ തോണിയിൽ കയറിയിട്ട് അക്കരക്ക് പോകണം, പിന്നെ തിരിച്ചു വരരുത്. ഇതേ ഉള്ളൂ നിയമം. പക്ഷേ പതിവ് പോലെ എല്ലാവരും ഇങ്ങനെ ഒരു വർഷം അടിച്ചു പൊളി ലൈഫ് നയിച്ചിട്ട് ഒരു വർഷമാകുമ്പോൾ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു പുതിയൊരു രാജാവ് വന്നു. ആ രാജാവ് വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത്, ആദ്യത്തെ ഒരു മാസത്തേക്ക് വളരെ വിദഗ്ധരായ പരിശീലനം സിദ്ധിച്ച നിരവധി വേട്ടയാടുന്നവരെ ആ ദ്വീപിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടി ആജ്ഞാപിച്ചു. ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് മൃഗങ്ങളെയും കൊന്നൊടുക്കി. പിന്നെ അടുത്ത മാസത്തെ അവിടുത്തെ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാൻ വേണ്ടി നിയോഗിച്ചു. അതങ്ങനെ ചെയ്തു. പിന്നെ അടുത്ത ദൗത്യം അവിടെ രാജകീയമായ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അതും ഭംഗിയായി അവർ ചെയ്തു. അവിടെ മൊത്തം പരവതാനി വിരിച്ച് ആധുനിക അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ സംവിധാനിച്ചു. പിന്നീട് അദ്ദേഹം ചെയ്തത്, ആ നാട്ടിലുള്ള ആ രാജ്യത്തുള്ള ഒരുപാട് നല്ല നല്ല ആൾക്കാരെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ആ ദ്വീപിലേക്ക് പറഞ്ഞയച്ചു. 5-8 മാസം കഴിയുമ്പോഴേക്ക് ആ ദ്വീപ് വളരെ സുന്ദരമാക്കാൻ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തെ ജനങ്ങളോട് പറയുന്നത്, എന്നെ ഒരു കൊല്ലം കാത്തിരിക്കണ്ട, എന്നെ ഇപ്പം തന്നെ ആ ദ്വീപിലേക്ക് കൊണ്ടുപോയിക്കോളുന്നാണ്. അവർ പറഞ്ഞു, ഇല്ല, ഒരു വർഷമാണ് ഇവിടത്തെ. അദ്ദേഹം കാത്തിരിക്കുകയാണ് അവിടത്തേക്ക് പോകാൻ. കാരണം സെലക്റ്റഡ് ജനങ്ങളുള്ള, എല്ലാ സംവിധാനങ്ങളുള്ള അടിപൊളി സ്വർഗീയാരാമം പോലെ സംവിധാനിച്ച് ആ ദ്വീപിലേക്ക് പോകാൻ അയാൾക്ക് തിരക്കായി. എല്ലാ രാജാക്കന്മാരും ഒരു വർഷം തീരുന്നതിന്റെ അവസാന സമയങ്ങളിൽ എങ്ങനെ പോകുമെന്ന് ആലോചിക്കുമ്പോൾ ഈ രാജാവ്, എനിക്ക് അങ്ങോട്ട് പോകാൻ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു വർഷമാകുമ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞ് അലമുറയിട്ട് പോകുന്ന ആ തോണി കയറുമ്പോൾ ഈ രാജാവ് സന്തോഷത്തോടു കൂടി അവിടെ സ്വീകരിക്കാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോകുന്ന ഒരു കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽ? ആദ്യം വന്ന ഒരുപാട് രാജാക്കന്മാരെ പോലെയാണോ, അല്ല ഈ അവസാനത്തെ ബുദ്ധിമാന്മാരായ രാജാവിനെ പോലെയാണോ? നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം തോണി കയറി അക്കരക്ക് പോകണം. അവിടെ ഉള്ളത് നമ്മൾ ഈ സംവിധാനം അവിടേക്ക് ആവശ്യമായതൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് അസഹനീയമാണെന്നും നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ഒന്നും ഒരുക്കാതെ ആദ്യം പറഞ്ഞ രാജാക്കന്മാരെ പോലെ അടിച്ചു പൊളി 60-70 വർഷം അടിച്ചു പൊളിയായിട്ട് ലൈഫ് ആസ്വദിക്കുന്നു. പിന്നീട് എനിക്ക് അവിടെ പോകണല്ലോ, പോകാതെ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് അവസാന ജീവിതം നാം പരിതപിച്ച അലമുറയിട്ട് ജീവിതം കഴിയുന്നു. പിന്നീട് സങ്കടത്തോടു കൂടി നമ്മൾ മരണത്തെ സ്വീകരിക്കുന്നു, അവിടേക്ക് പോകുന്നു. നേരെ മറിച്ചോ, മഹാന്മാർ അല്ലെങ്കിൽ അവിടത്തേക്ക് സമ്പാദിച്ചവർ, ഇവിടുന്ന് തന്നെ അവിടത്തേക്ക് ഒരുങ്ങുന്നവരെ കുറിച്ച് ആലോചിക്കൂ. അവരവസാന സമയം മഹാന്മാരുടെ കഥകളിലൊക്കെ കേൾക്കുന്നു, ഒന്നും മരിച്ചെങ്കിൽ, എനിക്കൊന്ന് അവിടെ എത്തിയെങ്കിൽ, എനിക്കൊന്ന് ആ സുഖങ്ങൾ, ഇതൊന്നുമല്ല, എനിക്ക് അവിടുത്തെ സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആലോചിച്ച് അവസാന സമയം ഒന്നും മരിച്ചെങ്കിലെന്ന് ആലോചിക്കുന്നവർ, എന്നിട്ട് മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നവർ. കാരണം എന്താ?
അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടത്തേക്ക് വേണ്ടത് അവിടത്തേക്ക് വേണ്ടത് തയ്യാറാക്കിയവരാണ് അവരെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് അവസാനം പറഞ്ഞ ആ ഒരു ഒരുക്കിയിട്ട് പോകുന്നവരാകണോ? ഒരു ദിവസം തോണി കയറിയിട്ട് എല്ലാവരും കൂടി നമ്മെ അക്കരയ്ക്ക് പറഞ്ഞേക്കുമെന്ന് ഉറപ്പാണ് എങ്കിൽ ഈ അവസാനം പറഞ്ഞ ഒരുങ്ങിയിട്ട് പോകണോ? അതല്ല അടിച്ചു പൊളിച്ച് ഇവിടുന്ന് കുറെ കാലം ഇങ്ങനെ ആഘോഷിച്ചിട്ട് അവസാനം സങ്കടപ്പെട്ടിട്ട് പോകണല്ലോ എന്ന് ആലോചിച്ച് അവസാനം തോണി കയറ്റി തലമുറയിട്ട് പോകുന്നവരിൽ പെടണോ എന്നാലോചിക്കാൻ ഈ കഥ സഹായകമാകുമെങ്കിൽ തീർച്ചയായും അത്തരമൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെ വരാനിരിക്കുന്ന ആ ഉറപ്പുള്ള ലോകത്ത് സന്തോഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ നാഥൻ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.